നമസ്കാരം. അങ്ങനെ വിവാദങ്ങൾ ഒഴിയുകയാണ്. വി കെ പ്രശാന്ത് ശാസ്തമംഗലത്തെ ഓഫീസ് വിട്ടിട്ട് മരുതൻകുഴിയിലുള്ള ഒരു ഓഫീസിലേക്ക് മാറുകയാണ്. 3 മാസം കൂടി അദ്ദേഹം മാർച്ച് വരെ വേണമെങ്കിൽ നിൽക്കാമായിരുന്നു. പക്ഷേ എങ്കിൽ കോർപ്പറേഷൻ തീരുമാനമെടുത്താൽ അദ്ദേഹത്തിന് മാറിക്കൊടുത്തേ പറ്റുള്ളൂ. ആ ഒരു ചിന്ത കൊണ്ടാണോ ഇനിയും വിവാദങ്ങളിലേക്ക് അധികം പോകണ്ട, കാരണം ഇലക്ഷൻ വരുന്ന സമയമാണ്, അതുകൊണ്ട് വിവാദങ്ങളിലേക്ക് അധികം പോകണ്ട എന്നുള്ളൊരു തീരുമാനമാണോ എന്താണെന്നറിയില്ല. എന്തായാലും കൊള്ളാം, അദ്ദേഹം ഓഫീസ് മുറി മാറുകയാണ്. നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് ഇനി അധികം വിവാദങ്ങളൊന്നും ചെന്ന് പെടേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചതാണോ എന്നറിയില്ല. എന്തായാലും കൊള്ളാം. പിന്നെ ഈ പറഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾ വന്നു. ഈ ശ്രീലേഖ മാഡമാണെങ്കിലും ഒരുപാട് അവിടുത്തെ വൃത്തിഹീനമായ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നെയിം ബോർഡിന് മുകളിൽ കൊണ്ട് മെയിൻ ബോർഡ് വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഈ വി കെ പ്രശാന്തിൻ്റെ ഓഫീസിനകത്തുകൂടി വേണം ആ ശ്രീലേഖയുടെ ഓഫീസിലേക്ക് ചെല്ലാൻ. അതിപ്പം പുള്ളിയുടെ സ്റ്റാഫ് വേണം അങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല. എന്തായാലും കൊള്ളാം, ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിഞ്ഞു എന്നുള്ള 3 മാസത്തേക്കാണെങ്കിലും ഒഴിഞ്ഞു എന്നുള്ള ഒരു വാർത്ത ഇപ്പം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതൊന്നുമല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ 872 രൂപ എന്നുള്ള ഈ വാടക, 360 സ്ക്വയർ ഫീറ്റ് 872 രൂപ എന്ന വാടക കേട്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒരു മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് എന്നൊക്കെ പറയുമ്പോൾ വളരെ വ്യത്യാസമുണ്ട്. അതായത് ഒരു പഞ്ചായത്തിൻ്റെ 3ാം നിലയിൽ 360 സ്ക്വയർ ഫീറ്റ് റൂം എടുത്ത് ഏകദേശം 8-9 വർഷത്തോളം കട നടത്തിയ ആളാണ് ഞാൻ അവസാനം ഇറങ്ങുമ്പോൾ കൊടുത്തിരുന്ന 5565 രൂപ വാടകയാണ് ഞാൻ കൊടുത്തിരുന്നത്. എല്ലാ വർഷവും 5% കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു ഈ വാടകയുടെ. അതായത് നമ്മുടെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ 5% വെച്ച് കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു ഓരോ വർഷം. അങ്ങനെ ഞാൻ 3300 രൂപയ്ക്ക് എടുത്തത് ഞാൻ 9ാം വർഷം ഇറങ്ങുമ്പം ഏകദേശം 5565 രൂപ ഞാൻ വാടക അടച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഓർത്ത് നോക്കിയാൽ അത് 3ാം നിലയിലാണെന്ന് ഓർക്കണം. ഗ്രൗണ്ട് ഫ്ലോർ ഒന്നും അല്ല, 3ാം നിലയിലാണ് ഞാൻ ഈ റൂം എടുത്ത് സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു മുനിസിപ്പാലിറ്റി ആകുമ്പോൾ അതിൻ്റെ ഇരട്ടിയെങ്കിലും ആകും വാടക. കോർപ്പറേഷൻ ആകുമ്പോൾ അതിൻ്റെ എത്ര മടങ്ങായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് പോയി ഞാൻ, സത്യം പറഞ്ഞാൽ കേട്ടോ. ഞെട്ടിപ്പോയി, പകച്ചു പോയി എൻ്റെ ബാല്യം എന്നൊക്കെ പറയുന്ന പോലെ ആയിപ്പോയി. അതായത് ഇത്ര തുച്ഛമായ എമൗണ്ടിനാണ് ഇനി ഒരു ഓഫീസ് ആയിക്കോട്ടെ, അത് ഗവൺമെൻറ് ഓഫീസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, വാടക കൊടുക്കുകയാണെങ്കിൽ അതിനൊരു മാന്യമായ വാടക കൊടുക്കണ്ടേ അല്ലേ? ഇപ്പം ഞാൻ കൊടുത്തില്ലെങ്കിലും അതിൻ്റെ ഒരു ഇത്ര ശതമാനമെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു ഇതൊക്കെ വേണം അല്ലേ? ഇതൊന്നുമില്ലാതെ ഒരു മുറി ഇത്രയും വർഷം ഒക്കിപ്പോൾ എത്ര രൂപ ഈ കോർപ്പറേഷന് കിട്ടേണ്ട ഒരു മുറിയാണെന്ന് ഓർക്കണം. അവർക്ക് വേണ്ടി കൊടുത്ത മുറിയാണെങ്കിൽ അതിപ്പം വാടകയില്ലാതെ ഇപ്പം അവിടുത്തെ കൗൺസിലർക്ക് ഇരിക്കാനുള്ള മുറിയാണെങ്കിൽ ഓക്കെ, അതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതുപോലെ വാടകയ്ക്ക് എടുക്കുമ്പോൾ ഒരു മര്യാദയ്ക്കുള്ള വാടകയൊക്കെ കൊടുക്കണം. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോയി കേട്ടോ, കാരണം ഞാൻ പെട്ടെന്നൊന്ന് കമ്പയർ ചെയ്തു പോയി ഈ സംഭവം. അപ്പം ഇത് ഇങ്ങനെ ഒരു വാർത്ത. അപ്പോൾ പുള്ളി മാറുകയാണ്, വിവാദങ്ങൾ ഒഴുകുകയാണ്. ശ്രീലേഖ മാഡത്തിന് അവരുടെ ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് വേറൊരു റൂമിലേക്ക് മാറുന്നു. എന്നിട്ടും MLA മാറുന്നത്, വേറെ റൂം എടുത്ത് മാറുകയാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം വിവാദങ്ങളൊന്നുമില്ല, എല്ലാം ശാന്തം സുന്ദരം സ്വസ്ഥം.